അതിൽ കൂടുതൽ കാവ്യകേളിയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ ഒരു ഒരു കവിതയിൽ നിന്നുള്ള അർത്ഥസമ്പുഷ്ടമായ 8 വരികളാണ് കാവ്യകേളിയിൽ ഉപയോഗിക്കുന്നത്. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം ഏറ്റവും പ്രൈമറി ഘട്ടം മുതൽ ശ്രദ്ധിച്ചാൽ മാത്രമേ അതിലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കൂ. കുട്ടികൾക്ക് അവർക്ക് ആരെന്ത് പറഞ്ഞു കൊടുക്കുന്നു അതാണ് അവരുള്ളിലേക്ക് എടുക്കുന്നത്. ഇപ്പം ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം എല്ലാ ചാനലുകളിലും തന്നെ അങ്ങനെ പണ്ടത്തെ രീതിയിലുള്ള ഒരു തെറ്റുകൾ നമുക്ക് കാണാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു ആളുകളെ എടുക്കുമ്പോഴും ഒക്കെ അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല മലയാളം ഉച്ചരിച്ചാൽ കേൾക്കാൻ ആളുണ്ടാവും. എന്താണ് മാതൃത്വം എന്നറിയണമെങ്കിൽ അത് കവിത ബാലാമണിയമ്മയുടെയൊക്കെ കവിതകൾ തീർച്ചയായിട്ടും അതിലുണ്ട്. സുഗതകുമാരി ടീച്ചറുടെ കവിതകളുണ്ട്. അതേപോലെ പ്രകൃതിയെക്കുറിച്ച് അറിയണമെങ്കിൽ കവിതകളുണ്ട്. അത് ഒരു തരത്തിലല്ല. ഇപ്പൊ വിഷയം പ്രകൃതി മാത്രമായിരിക്കും. എനിക്ക് വലിയ വ്യത്യാസം തോന്നിയിട്ടുണ്ട്. പണ്ടത്തെ കവിതകൾക്കെല്ലാം നമ്മളോടൊരു കഥ പറയാനുണ്ടായിരുന്നു. കുറിച്ചാണ് പ്രേമസംഗീതത്തിൽ പറയുന്നത്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ, ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം. എനിക്ക് തോന്നുന്നു അവിടം മുതലാണ് ഈ കുട്ടികൾക്ക് അക്ഷരമില്ലാതായത്. മലയാള പാഠപുസ്തകത്തിൽ നിന്ന് അക്ഷരമാല തന്നെ എടുത്തു മാറ്റിയിരുന്നു. അത് പിന്നീട് ചീഫ് സെക്രട്ടറി ആയിരുന്ന VP ജോയ് സാറൊക്കെ ഉള്ള സമയത്ത് സാറാണ് വീണ്ടും തിരിച്ചത് പുസ്തകത്തിലേക്ക് കൊണ്ടുവന്നത്. സർഗസംഗീതത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ശ്ലോകമുണ്ട്. വാളല്ലൻ സമരായുധം ക്ഷണധ്വാനം മുഴക്കിടുവാനാളല്ല കരവാളു വിറ്റൊരു പൊൻവീണ വാങ്ങിച്ചു ഞാൻ. നമസ്കാരം. ഡോക്ടർ ലക്ഷ്മി ദാസ് 2010 മാമ്പഴം എന്ന ഒരു റിയാലിറ്റി ഷോ അമേരിക്കയിൽ നിന്ന് ഞാൻ കാണുകയുണ്ടായി. കവിതാ പാരായണത്തിൻ്റെ പൂർണ്ണത എന്ന് ഈ ലക്ഷ്മിയെ വിശേഷിപ്പിക്കാം. അധ്യാപിക, എഴുത്തുകാരി, പ്രഭാഷക എന്നീ നിലയിലെല്ലാം നമുക്ക് അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. ലക്ഷ്മിദാസിൻ്റെ പാരായണം കേട്ടിട്ടുള്ളവർ കവിതയെ സ്നേഹിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കലാതിലകമായിരുന്നു. അതിനുശേഷം മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു. വളരെ സന്തോഷം ഡോക്ടർ ലക്ഷ്മിദാസ്. നമസ്കാരം സർ. ഈ കവിതകൾ ഒരു ഹൃദയത്തിൽ ചാലിച്ചിരിക്കുകയാണ് ലക്ഷ്മിയുടെ. എങ്ങനെയാണ് ഈ കവിതകളോട് ഇത്രമാത്രം പ്രേമം ജനിക്കാനിടയായത്? ചെറുപ്പം മുതൽ കവിതകൾ കേൾക്കുമായിരുന്നു. എൻ്റെ അച്ഛന് കവിതകൾ ഒരുപാട് ഇഷ്ടമാണ്. അച്ഛൻ കവിതകൾ ചൊല്ലി പണ്ട് തീരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ അച്ഛൻ ഒരുപാട് കവിതകൾ ഇങ്ങനെ ചൊല്ലി നടക്കുമായിരുന്നു. അയ്യപ്പ പണിക്കരുടെ കവിതകളും സോന സാറിൻ്റെ കവിതകളും ഒക്കെ ചൊല്ലി നടന്ന് അത് കേട്ടാവണം ഒരുപക്ഷെ എൻ്റെ ഉള്ളിലും അത് കയറിയത്. ഏതാണ്ട് 1ാം ക്ലാസ് മുതൽ ഞാൻ കവിതകൾ ചൊല്ലാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു മത്സരത്തിന്റെ തലത്തിലേക്കൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല. പക്ഷെ കവിതകൾ ഇങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കുമായിരുന്നു, പഠിക്കുമായിരുന്നു. പിന്നെ 5ാം ക്ലാസ് മുതൽ ഞാൻ പഠിച്ച അക്ഷരശ്ലോകവും കാവ്യകേളിയും, ഈ 2 കലകൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ കാവ്യകേളിയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ ഒരു കവിതയിൽ നിന്നുള്ള അർത്ഥസമ്പുഷ്ടമായ 8 വരികളാണ് കാവ്യകേളിയിൽ ഉപയോഗിക്കുന്നത്. അപ്പം മലയാളത്തിലെ നമ്മളിപ്പം അക്ഷരങ്ങളെല്ലാം നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പം അങ്ങനെയുള്ള അനുനാസികത്തിലൊന്നും തുടങ്ങുന്ന വരികളില്ല. പക്ഷെ അതല്ലാതെ സ്വരാക്ഷരങ്ങളും അങ്ങനെ ഉപയോഗിക്കാവുന്ന വ്യഞ്ജനാക്ഷരങ്ങളും ചേർന്ന് നമ്മൾ ആ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന കാവ്യഖണ്ഡങ്ങൾ ഒരുപാട് പഠിക്കും. ഇപ്പം ആ എന്നൊരു അക്ഷരമാണെങ്കിൽ അതിൽ തന്നെ ആയിൽ തുടങ്ങുന്ന ഒരു 10 കാവ്യഖണ്ഡങ്ങളെങ്കിലും കുറഞ്ഞത് പഠിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ പഠിച്ച് അപ്പോൾ വ്യത്യസ്തമായ ഈണങ്ങൾ, വ്യത്യസ്തമായ ഭാവങ്ങൾ
ഒരുപാട് കവികൾ. ചെറുപ്പത്തിൽ ശരിക്ക് ഇത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക് ആയിരുന്നു. അപ്പം വെക്കേഷൻ സമയത്തൊക്കെ ബാക്കിയുള്ളവർ കളിക്കുമ്പോൾ നമ്മൾ ഇത് പഠിക്കുക എന്ന് പറയുന്നത് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമൊന്നും ആയിരുന്നില്ല. പക്ഷെ പിന്നെ പിന്നെ ഇതൊരു ആവേശമായിട്ട് മാറി. ഇത് പഠിക്കുക, ചൊല്ലുക, അതിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള കാവ്യഖണ്ഡങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതൊക്കെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടായിരിക്കണം കവിത എന്നിലേക്കും അങ്ങ് വേരുറപ്പിച്ചു പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പഠിച്ചു തുടങ്ങിയത് അക്ഷരശ്ലോകമാണ്. അക്ഷരശ്ലോകം പഠിച്ചു തുടങ്ങി. അത് സംസ്കൃത വൃത്തത്തിൽ എഴുതിയിട്ടുള്ള ശ്ലോകങ്ങളായതുകൊണ്ട് ആളുകളിലേക്ക് പെട്ടെന്ന് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് താല്പര്യമുള്ളവർക്ക് അത്, എന്നാൽ ആ വേർഡ് അക്ഷരശ്ലോകം എന്നുള്ള ഒരു വാക്ക് പലർക്കും അറിയാം. കാവ്യകേളി എന്നാൽ അത്ര അറിഞ്ഞുകൂടാ. കാവ്യകേളി അത്ര അറിയില്ല. അപ്പൊ കാവ്യകേളി തുടങ്ങിയാലോ? ഒരു ഏതെങ്കിലും ഓർമ്മ വരുന്ന? കാവ്യകേളി തുടങ്ങാം. ഭാഷയിൽ നിന്ന് തന്നെ തുടങ്ങണമെങ്കിൽ അങ്ങനെ തുടങ്ങാം. വള്ളത്തോളിന്റെ എന്റെ ഭാഷ, അതിലെ ഒരു കാവ്യഖണ്ഡം ചൊല്ലാം. ആയിക്കോട്ടെ. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലം മിഞ്ഞപ്പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അധ്യാപികയാണ്. മലയാള ഭാഷയും ഈ പുതിയ തലമുറയും എങ്ങനെയാണ് ഒരു അന്തരം കൂടുന്നുണ്ടോ? അന്തരം കൂടുന്നുണ്ട്. ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അക്ഷരം കൃത്യമായി അറിയുന്നില്ല. ഭാഷയുടെ ബേസ് എന്ന് പറയുന്നത് തന്നെ, ഒരു അടിത്തറ എന്ന് പറയുന്നത് തന്നെ അക്ഷരങ്ങളാണ്. ഈ അക്ഷരം ഉറപ്പിച്ചല്ല പല കുട്ടികളും പഠന വീഥികളിൽ മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളത്തിൽ തന്നെ ഉച്ചാരണം വളരെ വ്യത്യസ്തമാണ്. ഇംഗ്ലീഷ് പോലെ അല്ല മലയാളം ഉച്ചാരണം. അപ്പോൾ ഓരോ അക്ഷരത്തിന്റെയും ഉച്ചാരണത്തിന് ഓരോ രീതിയുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കാതെ ഇപ്പോൾ ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളത് കുട്ടികൾക്ക് ഈ ഷ എന്ന് പറയുന്ന അക്ഷരം വളരെ, അത് ശകാരം കുറവാണെന്ന്, ഷായ്ക്ക് പകരം എല്ലാം ഇവര് ഷായാണ് ഉപയോഗിക്കുന്നത്. വിഷമം, അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ ഈ ഉത്തരക്കടലാസിൽ എഴുതുമ്പോൾ പോലും വിഷമം എന്നതിന് പകരം വിഷമം എന്ന് കാണാറുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് വന്നു കഴിഞ്ഞു. അത് ഇനിയും മാറണമെങ്കിൽ ഏറ്റവും ചെറിയ പ്രായം മുതൽ കുട്ടികളിൽ ഇത് ഉറപ്പിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഭാഷ, ഇപ്പോൾ ഡിഗ്രി തലത്തിൽ ഭാഷ പഠിക്കാനെത്തുന്ന കുട്ടികൾക്ക് പോലും ഈ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ടത്തെയൊക്കെ 10ാം ക്ലാസ് വരെ പഠിച്ചവർ പോലും അക്ഷരം ഉറപ്പിച്ച് കൃത്യമായ ഉച്ചാരണവും, അവർക്ക് പല വാക്കുകൾ അറിയാം, ഒരു വാക്കിന് പകരം വെക്കാൻ 10 വാക്കുകൾ വേറെ അറിയാം. പക്ഷെ ഇപ്പൊ അങ്ങനെ അറിയില്ല. അക്ഷരം മാത്രമല്ല, പലപ്പോഴും വിഷമം തോന്നാറുണ്ട്. നമ്മുടെ ഭാഷയിലെ ഏറ്റവും പ്രഗത്ഭരായ കവികളെ പോലും കേട്ടിട്ടില്ലാത്ത, അത് വളരെ പോപ്പുലറായ വരികൾ പോലും ആരുടേതാണെന്ന് അറിയാത്ത ഒരവസ്ഥയുണ്ട് കുട്ടികൾക്ക്. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആ ഒരു വിദ്യാഭ്യാസ രീതിയും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന്റെ പോക്കുമായിരിക്കാം. അതെ, ആയിരിക്കാം. അത് കാലം മാറുന്നതിനനുസരിച്ച് ഇത് നമ്മളെ പോലുള്ള അധ്യാപകര് ഏറ്റവും പ്രൈമറി ഘട്ടം മുതൽ ശ്രദ്ധിച്ചാൽ മാത്രമേ അതിലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കൂ. കുട്ടികൾക്ക് അവർക്ക് ആരെന്ത് പറഞ്ഞു കൊടുക്കുന്നു അതാണ് അവരുള്ളിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു മാറ്റം വന്നാൽ മാത്രമേ നമുക്ക് ഭാഷയിൽ ഈ കുട്ടികൾക്ക് ഭാഷയോടുള്ള ഒരു സമീപനത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുമെന്ന് വിചാരിക്കാൻ കഴിയും. ഈ പല നേതാക്കളും ഇപ്പോഴും വിദ്യാർത്ഥി എന്ന് ഞാൻ കേൾക്കുന്നു. അവരുടെ ധാരണ എങ്ങനെയാണ്? വിദ്യാർത്ഥി എന്നുള്ളത് വിദ്യാർത്ഥി എന്നാണോ അതോ
പ്രസംഗ ശൈലി നമ്മുടെ ഉച്ചാരണ ശുദ്ധിയെ വളരെയധികം ഉലയ്ക്കുന്നുണ്ടോ? പ്രസംഗ ശൈലി അല്ല അത് കൃത്യമായിട്ട് ഉച്ചാരണം അറിയാത്തതിന്റെ ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കാരശ്ശേരി കേൾക്കുന്നതാണ്. ഈവൻ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ സംസാരിക്കുമ്പോ വിദ്യാർത്ഥി സമരം. അതെ കാരശ്ശേരി മാഷിന്റെ ഒരു ലേഖനമുണ്ട്, ഭാഷയെ ചീത്തയാക്കുന്നത് ആര് എന്ന് പറഞ്ഞിട്ടൊരു ലേഖനമുണ്ട്. അതില് ഈ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് മാധ്യമപ്രവർത്തകരെയും അവർ മാത്രമാണെന്നല്ല, പക്ഷെ മാധ്യമങ്ങളിൽ വരുന്ന മലയാളം ഒരുപാട് ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. ഇപ്പം അത് കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ മുൻപ് ആദ്യ കാലങ്ങളിലൊക്കെ ഈ ഒരുപാട് ചാനലുകൾ വന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിൽ പലരും ഇങ്ങനെ യഥാർത്ഥ മലയാളം ഉച്ചരിച്ചാൽ എന്തോ കുഴപ്പമാണ് എന്നുള്ളൊരു രീതിയിൽ ഇംഗ്ലീഷ് കലർത്തി മലയാളത്തെ ഉച്ചരിക്കാൻ ശ്രമിക്കുമായിരുന്നു. അപ്പൊ ആ ഒരു രീതി അനുകരിച്ച് പല കുട്ടികളും അങ്ങനെ ആയി പോയിട്ടുണ്ട്. അതിൽ തന്നെ പറയുന്നത് ഇതേപോലെ സാറ് പറഞ്ഞതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രസംഗകർ ഇവരൊക്കെ പ്രസംഗിക്കുമ്പോഴും എന്തെങ്കിലും പറയുമ്പോഴും വരുത്തുന്ന തെറ്റുകൾ ആ തെറ്റുകൾ ശരിയാണെന്ന ധാരണയിൽ കുറെ പേര് അതുമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പൊ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം എല്ലാ ചാനലുകളിലും തന്നെ അങ്ങനെ പണ്ടത്തെ രീതിയിലുള്ള ഒരു തെറ്റുകൾ നമുക്ക് കാണാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു ആളുകളെ എടുക്കുമ്പോഴും ഒക്കെ അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല മലയാളം ഉച്ചരിച്ചാൽ കേൾക്കാൻ ആളുണ്ടാവും, അതേപോലെ നല്ല ഇംഗ്ലീഷും. പക്ഷെ ഇപ്പൊ അത് രണ്ടും ഇല്ലാത്തൊരവസ്ഥയിലാണ് കുട്ടികൾ മിക്സ് ചെയ്ത് പോയ ഒരു ഇപ്പൊ ഇംഗ്ലീഷും അറിയില്ല മലയാളവും അറിയില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഈ അച്ചടി ഭാഷയും സംസാര ഭാഷയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടോ? സംസാര ഭാഷ കുറച്ചുകൂടി എന്താ പറയുക നാച്ചുറലാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു രീതിയിലാണ്. അച്ചടി ഭാഷ നമുക്ക് കുറച്ചുകൂടി പോളിഷ് ചെയ്ത് കുറച്ച് ഫോർമലൈസ്ഡ് എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷ് പറയാം. അതെ നമുക്കത് അങ്ങനെ ആക്കിയെടുക്കാം. എഴുതുന്നത് തിരുത്തി നമുക്ക് നല്ല ഒരു ഭാഷയിലാക്കിയെടുക്കാം. സംസാരം എന്ന് പറയുന്നത് ഇങ്ങനെ മറ്റേ വേർഡ്സ്വർത്ത് പറയുന്ന പോലെ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് എന്ന് കവിതയെ കുറിച്ച് പറയുന്നത് പോലെ അതേപോലെ തന്നെയാണ് ഒരു വളരെ സ്വാഭാവികമായിട്ടുള്ള സംസാരവും. അല്ല, പണ്ടൊക്കെ ഈ മലയാള ഭാഷ പഠിപ്പിക്കുമ്പോൾ പര്യായം, ഉപമ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ കാര്യങ്ങളെ കൂടുതൽ അർത്ഥസമ്പുഷ്ടമാക്കുന്നതിന് വേണ്ടി മനസ്സിലാക്കാറുണ്ട്. ഇപ്പം അങ്ങനൊരു ഇപ്പോൾ ഒരു പര്യായം എന്ന് ചോദിച്ചാൽ നമുക്കൊരു സിനോണിം എന്ന് പറഞ്ഞ് കുറച്ച് പറയാം എങ്കിൽ പോലും ഒരു യഥാർത്ഥമായ ഒരു പര്യായ പദങ്ങൾ പണ്ടൊക്കെ നമ്മൾ പഠിപ്പിക്കുമായിരുന്നു. നമുക്ക് ഈ പര്യായവും ഉപമയും നമുക്ക് അറിയേണ്ട ഒരു ഭാഷയെപ്പറ്റി അറിയുമ്പോൾ കൂടുതൽ പര്യായങ്ങളെക്കുറിച്ചും ഉപമയെക്കുറിച്ചും അറിയണം എന്ന് തോന്നുന്നുണ്ടോ? പര്യായം എന്ന് പറയുന്നത് നമ്മൾ ഒരു വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പല വാക്കുകളാണ്. അത് ഞാൻ ആദ്യം സാറിനോട് പറഞ്ഞത്. അത് കുട്ടികൾക്ക് ഇല്ല. ഇപ്പോൾ ഒരു വാക്ക്, ഇപ്പൊ കണ്ണ് എന്ന് പറഞ്ഞാൽ കണ്ണ്, എന്നാ അതിന് പകരം നേത്രം, മിഴി, രോചനം ഇങ്ങനെയുള്ള ഒരുപാട് വാക്കുകളുള്ള കാര്യം കുട്ടികൾക്ക് അറിയില്ല. അപ്പൊ ആ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഇതെന്താണ് എന്ന് ആലോചിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം ക്ലാസ്സുകളിൽ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഈ കുട്ടികൾക്ക് ഞാൻ ആലോചിക്കാറുണ്ട്, 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ തന്നെ ഒരു വാക്കിന്റെ 4 വാക്കെങ്കിലും ഒരു വാക്കിന് പകരം പര്യായമായിട്ട് പഠിച്ചിട്ടുണ്ട്. കുട്ടികൾ ഇപ്പം അത് പഠിക്കുന്നില്ല. അപ്പൊ ഭാഷ ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ ഇപ്പം പ്രത്യേകിച്ചും ഭാഷ പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് ഒരു കാര്യം എഴുതണമെങ്കിൽ എപ്പോഴും ഒരു വാക്ക് മാത്രം ഒരു സ്ഥലത്ത് ഉപയോഗിക്കണമെന്നില്ല. അതിന് പകരം പല വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. അതിനുള്ള ഒരു കഴിവ് ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു പദത്തിന് പകരം എത്ര പദം ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ അലങ്കാരങ്ങളും വൃത്തവുമെല്ലാം അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ പഠിച്ചു വരുന്നു. ഈ മലയാള കവിതയ്ക്ക് ഇപ്പോൾ വേർഡ്സ്വർത്തിന്റെ വാക്കുകൾ പറഞ്ഞ പോലെ കവിതയ്ക്ക് നമ്മുടെ ജീവിതത്തിലുള്ള സ്വാധീനം എങ്ങനെയാണ്? അല്ലെങ്കിൽ മലയാള ഭാഷയുടെ വളർച്ചയിലുണ്ടായ മാറ്റങ്ങൾക്ക് കവിത എത്രത്തോളം പ്രയോജനപ്പെട്ടിട്ടുണ്ട്? ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കവിത എന്ന് പറയുന്നത് സർഗാത്മകതയുടെ ഏറ്റവും ഉദാത്തമായൊരു ആവിഷ്കാരമായിട്ടാണ്. മറ്റൊന്നും മോശമാണെന്നല്ല, പക്ഷെ ഒരു പേജിൽ ഒരു ഗദ്യത്തിൽ പറയുന്ന സാധനം നമുക്ക് 2 വരിയിൽ വേണമെങ്കിൽ പറയാം. അത് അത്രയും കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിലേക്ക് ഭാഷയെക്കുറിച്ചും ഭാഷയിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും
ഈ ഉള്ള കഴിവും ഭാവനയും ആണ് ഏറ്റവും അധികമായിട്ട് നമ്മളെ ഇതിന് ഒരു കവിത സൃഷ്ടിക്കുന്നതിൽ നമ്മളെ സഹായിക്കുന്നത്. അപ്പം ഈ പല വായനയിലൂടെ, ചിന്തകളിലൂടെ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരാശയം അത് ഭാവനയിലൂടെ വിടർത്തിക്കൊണ്ട് സർഗാത്മകതയിലൂടെ സൃഷ്ടിക്കുകയാണ് കവിത ചെയ്യുന്നത്. മലയാള ഭാഷയിൽ എന്തിനെ കുറിച്ച് വേണമെങ്കിലും നമുക്കറിയാൻ കവിതയുണ്ട് ഒരു കാലഘട്ടത്തിൽ. അപ്പം എന്താണ് മാതൃത്വം എന്നറിയണമെങ്കിൽ അത് കവിത, ബാലാമണിയമ്മയുടെയൊക്കെ കവിതകൾ തീർച്ചയായിട്ടും അതിലുണ്ട്. സുഗതകുമാരി ടീച്ചറുടെ കവിതകളുണ്ട്. അതേപോലെ പ്രകൃതിയെക്കുറിച്ച് അറിയണമെങ്കിൽ കവിതകളുണ്ട്. അത് ഒരു തരത്തിലല്ല, ഇപ്പൊ വിഷയം പ്രകൃതി മാത്രമായിരിക്കും, പക്ഷേ അതിൻ്റെ എത്രയോ തലങ്ങളും എത്രയോ തരത്തിലുള്ള കവിതകളുമാണ് മലയാളത്തിലുള്ളത്. സ്ത്രീയെക്കുറിച്ച് വേണമെങ്കിൽ, ഇപ്പം ചങ്ങമ്പുഴ എഴുതിയിട്ടുള്ള മനസ്വിനി വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്രാണപ്രേയസിയെക്കുറിച്ചാണെന്ന് പറയുമെങ്കിൽ പോലും ഒരു സ്ത്രീ എന്നൊരു കൺസെപ്റ്റിൽ നമുക്കത് വായിക്കാനായിട്ട് കഴിയും. അതുപോലെ വിപ്ലവം, ചോരതുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ എന്നൊക്കെ പറഞ്ഞ വൈലോപ്പിള്ളിയും, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ വധിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്നൊക്കെ പറയുന്ന വരികളിലൂടെ അത് എന്താണ് ഒരു യഥാർത്ഥ വിപ്ലവം അല്ലെങ്കിൽ എന്താണ് പ്രണയം എന്നൊക്കെ പറയുന്നത് പല തലങ്ങളിൽ. ഇപ്പൊ സുഗതകുമാരി ടീച്ചർ കൃഷ്ണ കവിതകള് ധാരാളം എഴുതിയിട്ടുണ്ട്. അതെ, അപ്പം അദ്ദേഹത്തിന്റെ ടീച്ചറിന്റെ കൃഷ്ണ കവിതകൾ എന്നൊരു സമാഹാരം തന്നെയുണ്ട്. അതിൽ മുഴുവൻ കൃഷ്ണനാണ് വിഷയം. എന്നാൽ ഒന്നുപോലും മറ്റൊന്നു പോലെയല്ല. ഒരു കവിത പോലും ഒരു ആശയത്തിന്റെ ആവർത്തനം വരുന്നതേയില്ല. അപ്പൊ അത്രയും ആ ആശയം ഉള്ളില് വേരുറപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നിലയ്ക്കാതെ ആ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം എഴുതാനൊക്കെ പറ്റുന്നത്. അപ്പം ഭാഷയിൽ ഇങ്ങനെ ഏത് വിഷയത്തെക്കുറിച്ച് നമുക്ക് അറിയുവാനും എന്തിനെക്കുറിച്ച് ചിന്തിക്കുവാനും നോക്കിയാൽ കവിതകൾ ധാരാളമുണ്ട്. ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന കവിതകളുണ്ട്. സ്വാമി വിവേകാനന്ദനെ കുറിച്ചൊക്കെ പി കുഞ്ഞിരാമൻ നായരുടെ വിവേകാനന്ദ പാറയിൽ എന്ന കവിത, പിന്നെ എൻ്റെ ഗുരുനാഥൻ വള്ളത്തോളിൻ്റെ ആ കവിതയൊക്കെ ശരിക്കും എന്താണ് ഗുരുനാഥനെ പരിചയപ്പെടുത്തുന്നതിൽ തുടങ്ങാം. രണ്ടുപേരി നമുക്ക് തുടങ്ങാം. അതിൽ അദ്ദേഹത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ചൊല്ലാം. ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിൻ നികടത്തിൽ, അല്ലാകിലവിടുത്തെ ചരിത്രം വായിക്കുവിൻ. ഇത് കൂടുതൽ എങ്ങനെയാണ് നമ്മൾ ഗുരുനാഥനെ വർണ്ണിക്കുക? അത്രയും പറയാനാണ് ഈ ഇത്ര ഒരു 8 വരികളിലൂടെ അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിത്വം മുഴുവൻ എടുത്ത് മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പൊ കവിതയ്ക്ക് അങ്ങനെയുള്ള ഒരുപാട് സവിശേഷതകളുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓരോ വികാരങ്ങളെയും ഓരോരുത്തരും എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് കാണാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കവിതകളിലൂടെ അറിയാനായിട്ട് സാധിക്കും. അത് ഭാഷയെ സംബന്ധിച്ച് ഒരു വലിയ അക്ഷയഖനി തന്നെയാണ് കവിതകളെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ കവിതയും കഥയും 2 ശാഖകളാണ്, എന്നാൽ പരസ്പര പൂരകങ്ങളുമാണ്. അതിൻ്റെ ഒരു പ്രധാന വ്യത്യാസങ്ങൾ എങ്ങനെയാണ് ലക്ഷ്മി കാണുന്നത്? രണ്ടിൻ്റെയും ഭാഷ തന്നെയാണ് ഏറ്റവും വ്യത്യാസമുള്ളത്. ഒന്ന് ഗദ്യഭാഷയാണ്, ഒന്ന് പദ്യഭാഷയാണ്. പക്ഷെ ഈ ഗദ്യത്തിൽ തന്നെ അതിമനോഹരമായി കവിത കൊണ്ട് എഴുതുന്ന ആളുകളുണ്ട്. അതേപോലെ പദ്യത്തിലും നമുക്ക് പറയാനുള്ള ഒരു കാര്യത്തെ എനിക്ക് തോന്നുന്നു ഗദ്യത്തെക്കാൾ
കുറച്ചുകൂടി ഒരു നമ്മുടെ പൗരസ്ത്യ ചിന്തകന്മാരൊക്കെ പറയുന്നത് പോലെ വക്രോക്തി എന്നൊക്കെ പറയുന്ന ചില സങ്കേതങ്ങളുണ്ട്. അങ്ങനെ പറയാൻ കഴിയുന്നത് കവിതകളിലൂടെ ആയിരിക്കും. കഥ നമുക്കല്ലാതെ ഒന്ന് വായിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങ് എത്തും. പക്ഷേ കവിത എന്ന് പറയുന്നത് ആ വരികളിലൂടെ സഞ്ചരിച്ച് അതിന് കൃത്യമായൊരു ഈണവും താളവും ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ആസ്വാദ്യകരമായ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. കഥ ചിലപ്പം, പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ചൊല്ലിക്കൊടുത്താൽ മാത്രമേ കവിത ആളുകളിലേക്ക് എത്തൂ. അതല്ലാതെ കവിത വായിക്കുന്നത് പണ്ടങ്ങനെയല്ല. പണ്ട് ആളുകൾ കവിത വായിക്കാൻ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടും. MT തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ചങ്ങമ്പുഴയുടെ രമണന്റെ ഒരു പ്രതി കിട്ടാൻ വേണ്ടി, അന്ന് അച്ചടിയൊക്കെ വളരെ കുറവാണ്, അത് കിട്ടാൻ വേണ്ടി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അവിടെ പോയി ആ പ്രതി എടുത്തുകൊണ്ട് വന്ന് ഒരു നോട്ട് ബുക്കിൽ അത് മുഴുവൻ പകർത്തി എഴുതി തിരിച്ചു കൊണ്ട് കൊടുത്ത കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ കവിതകൾക്ക് വേണ്ടി ദാഹിച്ചിരുന്ന ഒരു കാലമല്ല ഇപ്പോൾ. ഇപ്പോൾ ആളുകൾക്ക് എനിക്ക് തോന്നുന്നു മനസ്സിലേക്ക് കയറുന്ന തരത്തിൽ ചൊല്ലിക്കൊടുത്താൽ ആളുകൾ കവിതകൾ കേൾക്കും. കഥ അങ്ങനെയല്ല. നമുക്കൊരു പുസ്തകം എടുത്ത് വായിക്കണം എന്ന് കഴിഞ്ഞാൽ നമുക്കങ്ങ് വായിച്ചു പോവാം. കവിത ആളുകളിൽ ഒരു ആസ്വാദന തലത്തിലേക്ക് വരാൻ കുറച്ചുകൂടി സമയമെടുക്കും. ഇപ്പോൾ ഗദ്യ കവിതകളുടെ കാലമാണ്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഗദ്യ കവിതകൾ അത്രത്തോളം പണ്ട് പ്രാസവും വൃത്തവും ഒക്കെ കുറേ കവിതകളിൽ ഉണ്ടായിരുന്നു. ആ കവിതകളും ഇപ്പോഴത്തെ ഗദ്യ കവിതകളും തമ്മിൽ ഒരു വലിയ അന്തരം തോന്നുന്നുണ്ടോ? രണ്ടും ആശയസമ്പുഷ്ടമൊക്കെ ആയിരിക്കും. വളരെ എനിക്ക് വലിയ വ്യത്യാസം തോന്നിയിട്ടുണ്ട്. പണ്ടത്തെ കവിതകൾക്കെല്ലാം നമ്മളോടൊരു കഥ പറയാനുണ്ടായിരുന്നു. ഇപ്പം ആശാന്റെയും ഉള്ളൂരിന്റെയും വള്ളത്തോളിന്റെയും ചങ്ങമ്പുഴയുടെയും ആരുടെ കവിതകൾ എടുത്താലും ആ കവിതയ്ക്ക് നമ്മളോടൊരു കഥ പറയാനുണ്ട്. ഇപ്പോഴത്തെ ഗദ്യ കവിതകളിൽ അത് കാലം മാറിയതിന്റെ വ്യത്യാസം വരാം, അവരുടെ എഴുതുന്ന ആളുകളുടെ ചിന്തകളുടെ വ്യത്യാസം വരാം. എങ്കിലും ആ കവിതകളൊന്നും മനസ്സിൽ നിൽക്കുന്നത് പോലെ ഈ കവിതകൾ മനസ്സിൽ നിൽക്കുന്നില്ല. എന്റെ മാത്രം കുഴപ്പമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ്, പണ്ടത്തെ കവിതകൾക്ക് പറയാനുള്ള അത്രയും കഥകൾ ഇപ്പോഴത്തെ കവിതകൾക്ക് പറയാനില്ല. ഏതെങ്കിലും ഒരേ ഒരു കൺസെപ്റ്റിൽ മാത്രം നിന്നുകൊണ്ട് പറയാണ്. ഇപ്പം ഇടപ്പള്ളിയുടെ വിശ്വഭാരതിയിൽ എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്. യഥാർത്ഥത്തിൽ അതും ഇതേപോലെ അതിന്റെ വിഷയം പ്രകൃതിയാണ്. പുല്ലാണ് പുസ്തകജ്ഞാനം, പുലരിതൻ പുല്ലാങ്കുഴൽ വിളി വന്നു വിളിക്കവേ എന്ന വരികളൊക്കെ ഉണ്ട് അതില്. അപ്പൊ പുസ്തകത്തിൽ നിന്ന് അറിയേണ്ടതിലധികം നമ്മൾ പ്രകൃതിയിൽ നിന്ന് അറിയണം, കണ്ടുപഠിക്കണം, കേട്ടുപഠിക്കണം, കണ്ഠം തുറന്നൊന്നുച്ചരിച്ചിടണം എന്നാണ് ആ കവിത തീരുന്നത്. അപ്പൊ ആ അത്തരം അനുഭവങ്ങളിലൂടെ നമ്മളെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് കവിതകൾ. കൊച്ചുകുട്ടികൾ, ഇപ്പൊ തീരെ ചെറിയ കുട്ടികളെ പോലും അവര് ആദ്യം പഠിക്കുന്നത് നിരീക്ഷണങ്ങളിലൂടെയാണ്. അവരച്ഛനെ നോക്കും, അമ്മയെ നോക്കും, ചുറ്റുമുള്ളവരെ നോക്കും. ഇതെല്ലാം കണ്ടാണ് അവർ പഠിച്ചു വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു കുട്ടിക്ക് പൂവെന്താണ്, പൂമ്പാറ്റ എന്താണ് എന്ന് തിരിച്ചറിയാൻ കുമാരനാശാന്റെ തള്ളയും കുട്ടിയും എന്നൊരു കവിതയ്ക്ക് അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ഈ വള്ളിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നീതാ പറന്നമ്മേ, തെറ്റി നീനക്കൊണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം, മേൽക്കൂമേലിങ്ങീവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തോരു ഭംഗി, അയ്യോ പോയി കൂടെ കളിപ്പാൻ അമ്മേ വയ്യേനിക്കു പറപ്പാൻ. പൂവാണോ പൂമ്പാറ്റയാണോ എന്ന് ആ കുട്ടി തിരിച്ചറിയാണ്. അപ്പൊ അമ്മ അത്രയും വിശദമായി
വളരെ ലളിതമായ വാക്കുകളിലൂടെ പറഞ്ഞു കൊടുത്ത് ആ കുട്ടിക്ക് പിന്നെ പൂവും പൂമ്പാറ്റയും മാറിപ്പോവില്ല. അതേപോലെ ഇങ്ങനെ പല പല നിരീക്ഷണങ്ങളിലൂടെ കുട്ടികൾ, തീരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിൽ ഉൾപ്പെടെ ഒരു ഭാവനയുടെ ലോകം വിടർത്താൻ കവിതയ്ക്ക് കഴിയുന്നുണ്ട്. ആ കുട്ടികൾ ഒരു പക്ഷേ കഥ വായിച്ചു തുടങ്ങിയിട്ടുണ്ടാവില്ല. അവര് ഇപ്പൊ കാക്കേ കൂടെ എവിടെയൊക്കെ ആയിരിക്കും അവർ പഠിച്ചു തുടങ്ങുന്നതും കേട്ടു തുടങ്ങുന്നതും. ആദ്യം തന്നെ അവരുടെ ഉള്ളിലേക്ക് ഇത്തരത്തിലുള്ള ഭാവനയുടെ വിത്ത് പാകാൻ സാധിച്ചാൽ അവർ പിന്നെ അതിൽ നിന്ന് അകന്നു പോവില്ല. അതാണ് എനിക്ക് ഈ കവിതയും കഥയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ പ്രണയിക്കാത്തവരാരുമില്ല. പ്രണയ കവിതകൾ വളരെ പണ്ട് തന്നെ കൊച്ചിലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഹൃദയസ്ഥമാക്കാൻ പറ്റുമായിരുന്നു. ഒരു നല്ലൊരു പ്രണയ കവിത ഇഷ്ടപ്പെട്ട കവിതയായാലോ? ഈ പറഞ്ഞതുപോലെ പ്രണയം എന്നുള്ള ഒരു ഒറ്റ വാക്കിനെ ഒരു കവിതയിലോ ഒരു വരിയിലോ നമുക്ക് ഒതുക്കാൻ പറ്റില്ല. അതിന്റെ തലങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഞാൻ രണ്ട് കാവ്യഖണ്ഡങ്ങൾ ഒന്ന് പറയാം. അതിൽ എനിക്ക് എപ്പോഴും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ ആനന്ദധാരയിലെ കുറച്ച് വരികളാണ്. അന്ധമാം സംവത്സരങ്ങൾക്കുമക്കരെ അന്തമെഴാത്തതാമോർമകൾക്കക്കരെ കുങ്കുമം തൊട്ടുവരുന്ന ശരത്കാല സന്ധ്യയാണെന്നും എനിക്കു നീയോമലേ. ദുഃഖമാണെങ്കിലും നിന്നെക്കുറിച്ചുള്ള ദുഃഖമെന്താനന്ദമാണെനിക്കോമലേ. എന്നെന്നുമെൻ പാനപാത്രം നിറയ്ക്കട്ടെ നിന്നസാന്നിധ്യം പകരുന്ന വേദന. അസാന്നിധ്യം കൊണ്ട് പോലും ഉള്ളിൽ പ്രണയം നിറയ്ക്കാണ്. പക്ഷെ ഇന്ന് ആ ഒരു അസാന്നിധ്യം പലർക്കും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ തന്നിൽ നിന്ന് വിട്ടു പോകുന്നു എന്നറിയുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കണമെന്നോ അങ്ങനെയുള്ള വാർത്തകളാണ് നമ്മൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചിന്തകൾ എന്ന് വെച്ചാൽ ഒരാൾ എനിക്ക് മാത്രം സ്വന്തം എന്നുള്ള ഒരു അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിലൊരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു അംശമേ വരുന്നില്ല, സ്വാർത്ഥതയുടെ അംശം കൂടുതലായിട്ട് വരികയും ചെയ്യുന്നു. ഇതിന് ഈ കാര്യം പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു കവിതയാണ് ഉള്ളൂരിന്റെ പ്രേമസംഗീതം. അത് എന്താ കവിതയെ പറയുന്നതെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയൊരു തലത്തെക്കുറിച്ചാണ്, ആ തലത്തെക്കുറിച്ചാണ് പ്രേമസംഗീതത്തിൽ പറയുന്നത്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ, ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം. ഭക്ത്യനുരാഗദയാദിവപുസ്സ പരാത്മചൈതന്യം പലമട്ടേന്തി പാരിതിനെങ്ങും പ്രകാശമരുളുന്നു. ഭക്തി അനുരാഗ ദയാദിവപുസ്, ഭക്തി അനുരാഗം ദയ, ഇങ്ങനെ എല്ലാം കൂടി ചേരുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ പ്രേമം എന്ന് പറയുന്നത്. അതേപോലെ ഒരു വിരഹത്തെ അവതരിപ്പിക്കുന്ന ഭാസ്കരൻ മാഷിന്റെ കവിത ഉണ്ട്, ഓർക്കുക വല്ലപ്പോഴും. അതിലൊക്കെ യാത്രയാക്കുന്നു സഖി നിന്നെ ഞാൻ മൗനത്തിന്റെ നേർത്ത പട്ടുനൂൽ പൊട്ടിച്ചിതറും പദങ്ങളാൽ, കരയാനുഴറിയിടും കണ്ണുകൾ താഴ്ത്തിക്കൊണ്ടു വരനോടൊപ്പം നീയാ വണ്ടിയിലിരിക്കുമ്പോൾ വാക്കിനു വിലപ്പിടിപ്പേറുമി സന്ദർഭത്തിൽ ഓർക്കുക വല്ലപ്പോഴും എന്നല്ലാതെന്തോതും ഞാൻ. അതാണ് ഭാസ്കരൻ മാഷ് ചോദിക്കുന്നത്. എങ്ങനെ പ്രണയത്തിന്റെ വളരെ വ്യത്യസ്തമായ വിശാലമായ തലങ്ങൾ മലയാള കവിതയിൽ മുഴുവൻ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഓരോന്നും ഓരോ പ്രണയ ഇതിഹാസങ്ങളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ ഉച്ചാരണ ശുദ്ധി വളർത്തിയെടുക്കുന്നതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അക്ഷരം പറഞ്ഞുറപ്പിക്കുക, അതാണ് അതും ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ.
ഓരോ അക്ഷരവും എങ്ങനെ ഉച്ചരിക്കണം. നമ്മൾ സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് ഈ വ്യഞ്ജന അക്ഷരങ്ങൾ കായ്ക്ക ഗായ്ക്കങ്ങ എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷെ അതല്ല, കുട്ടികളെ അത് ഉച്ചരിപ്പിക്കുമ്പോൾ ക ഘ ഗ ഘ ങ എന്ന് തന്നെ പറഞ്ഞ് പഠിപ്പിച്ചാൽ അവർക്കത് തെറ്റില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ വളരെ ചെറിയ വ്യത്യാസങ്ങളെ ഇതിന്റെ ഉച്ചാരണത്തിൽ വരുന്നുള്ളൂ. അപ്പൊ അത് ഓരോന്നും എന്താണ് അതിന്റെ പ്രത്യേകത, എങ്ങനെയാണത് പറയുന്നത് എന്ന് പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിലൊരു മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അക്ഷരം ഉറപ്പിക്കണം. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്, നമ്മൾ ഈ അക്ഷരം വേണ്ട ആശയം മതി എന്നുള്ള ഒരു ആശയത്തിലേക്ക് നമ്മൾ പോയിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ മുതലാണ് ഈ കുട്ടികൾക്ക് അക്ഷരമില്ലാതായത്. മലയാള പാഠപുസ്തകത്തിൽ നിന്ന് അക്ഷരമാല തന്നെ എടുത്തു മാറ്റിയിരുന്നു. അത് പിന്നീട് ചീഫ് സെക്രട്ടറി ആയിരുന്ന VP ജോയ് സാറൊക്കെ ഉള്ള സമയത്ത് സാറാണ് വീണ്ടും തിരിച്ചത് പുസ്തകത്തിലേക്ക് കൊണ്ടുവന്നത്. ഈ അക്ഷരമാല ഇല്ല. ഈ കൊച്ചുകുട്ടികൾ കണ്ടാണ് ആദ്യം എല്ലാം പഠിക്കുന്നത്. അപ്പൊ അവർ ഈ അക്ഷരങ്ങൾ കണ്ട് ശീലിച്ച് ഓരോന്നും എങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു പഠിക്കുന്നതിന്റെ ഒരു ഗുണം ഇതിനെ കാണാതെ പഠിക്കാനായിട്ട് അവർക്ക് പറ്റില്ല. അപ്പോൾ ആശയം വേണം, പക്ഷേ ഈ അക്ഷരങ്ങൾ ഉണ്ടെങ്കിലേ ആശയങ്ങൾ നമുക്ക് എവിടെയാണെങ്കിലും ഒന്ന് എഴുതി വെക്കാൻ പറ്റും. ആ ഒരു സത്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അക്ഷരങ്ങളെ എന്തിനു ഉപേക്ഷിക്കണമെന്ന് ചിന്തിക്കാം. അക്ഷരങ്ങളാണ് വേണ്ടത്. പ്രകൃതിയെ കുറിച്ചുള്ള ഒരു ഓർമ്മകൾ അല്ല കവിതയിൽ കൂടി ONV കുറുപ്പ് സാറിന്റെ ഭൂമിക്കൊരു ചരമഗീതം. നമ്മള് പ്രകൃതി എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലേക്ക് വരുന്ന ഒരു കവിതയാണത്. 10-36 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കവിതയാണ് അത്. ഇപ്പോ എത്രത്തോളം സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ളതാണെന്ന് നമുക്കറിയാം. ഇപ്പോഴത്തെ ശരിക്കും അന്ന് അദ്ദേഹം എഴുതുമ്പോൾ പോലും ഭൂമി അല്ലെങ്കിൽ പ്രകൃതി ഇത്രയും ദുരന്തങ്ങളോ ഇത്രയും പ്രശ്നങ്ങളോ നേരിടുന്നില്ല. അതാണ് കവികൾ ക്രാന്തദർശികളാണ് എന്ന് പറയുന്നതിൽ സംശയമൊന്നുമില്ല. ഇപ്പോഴത്തെ പ്രകൃതിയുടെ അവസ്ഥ അത് തന്നെയാണ്. സൗരമണ്ഡല പെരുവഴിയിലൂടെ മാനഭംഗത്തിന്റെ മാറാപ്പുമായി സന്താനപാപത്തിൻ വിഴുപ്പുമായി അങ്ങനെ ഭൂമി അലഞ്ഞു നടക്കുന്നു എന്നാണ് വരികളിൽ അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു തൈ നടുമ്പോൾ എന്ന കവിതയുണ്ട്. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു, നടുനിവർക്കാനൊരു കുളിർനിഴൽ നടുന്നു, പകലുറക്കത്തിനൊരു മലർവിരി നടുന്നു, മണ്ണിലും വിണ്ണിന്റെ മാറിലെ ചാന്തു തൊട്ടഞ്ജനമിടുന്നു, ഒരു വസന്തത്തിനു വളർപന്തൽ കെട്ടുവാനൊരു കാൽ നടുന്നു, 1000 പാത്രത്തിൽ ആത്മഗന്ധം പകർന്നാട് മൃദു കന്യയുടെ ആർദ്രത നടുന്നു, തളിരായും ഇലയായും ഇതൾ വിരിയും അഴകായും ഇവിടെ നിറമേളകൾ മിഴികളിൽ നടുന്നു. ഒരു അദ്ദേഹത്തിന്റെ ചില പ്രത്യേക പ്രയോഗങ്ങളുണ്ട്, വളരെ സുന്ദരങ്ങളാണ്. ഈ ആരോട് യാത്ര പറയേണ്ടു എന്നുള്ളൊരു കവിത അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോൾ എഴുതിയതാണെന്നാണ് കേട്ടിട്ടുള്ളത്. അതിൽ തന്നെ ക്യാമ്പസിന്റെ അങ്കണത്തിലുള്ള ഒരു വൃക്ഷത്തെ കുറിച്ച്, മാവിനെ കുറിച്ച് ആണെന്ന് തോന്നുന്നു. വെയിൽ ചൂടേറെ മോന്തിക്കുടിച്ച് നിലാക്കുളിർ ചുരത്തുമി പാവം തരുക്കളോടോ, ആരോടാണ് ഞാൻ യാത്ര പറയേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ ആ വെയിലിന്റെ ചൂട് മുഴുവൻ മോന്തിക്കുടിച്ചിട്ട് എല്ലാവർക്കും നിലാവിന്റെ കുളിർ തരുന്ന മരങ്ങൾ. അതേപോലെ സൂര്യഗീതം, മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, സ്വസ്തി ഹേ സൂര്യദേ സ്വസ്തി. അതൊക്കെ പറയാൻ ഇങ്ങനെയുള്ള കവികൾക്കേ സാധിക്കും. അതേപോലെ എനിക്ക് എപ്പോഴും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു കുറച്ച് വരികളാണ് അക്കിത്തമച്ചത് നമ്പൂതിരിയുടെ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. അദ്ദേഹത്തെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ കുറച്ച് താമസിച്ചിട്ടുണ്ടെന്ന് ശരിക്കും തോന്നിയിട്ടുണ്ട്. അവസാനം ഭാരതരത്നമൊക്കെ വന്നു എങ്കിൽ പോലും അതൊക്കെ അദ്ദേഹത്തിന് അവസാന കാലഘട്ടത്തിലാണ്. അപ്പം ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണ് എന്നാത്മാവിൽ 1000 സൗരമണ്ഡലം, ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യ നിർമ്മല പൗർണമി. ഇന്നത്തെ സമൂഹം എപ്പോഴും മനസ്സിൽ ഓർത്തു വെക്കേണ്ട വരികളാണ്. ഇന്ന് ഒരാൾക്ക് മറ്റൊരാളെ നോക്കി ചിരിക്കാൻ സമയമില്ല.
മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ശരിയേയില്ല. നോക്കുന്നില്ല. എല്ലാവരും ഒരു ലിഫ്റ്റിൽ പോലും ഒരുമിച്ച് നിൽക്കുന്നവരാണെങ്കിൽ പരസ്പരം നോക്കുന്നില്ല, ചിരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, ഒന്നുമില്ല, യാന്ത്രികമായി വളരെ യാന്ത്രികമായി. അപ്പൊ അങ്ങനെയുള്ള മറ്റൊരാളുടെ വിഷമം കണ്ടാലും അവർക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് ഒക്കെ വളരെ കൈമോശം വന്നിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മൾ എത്രയൊക്കെ പുരോഗമിച്ചിട്ടുണ്ട് കാലം, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ മാറ്റങ്ങളോടൊപ്പം ചില മാനുഷിക മൂല്യങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ, അകന്നു പോകുന്നുണ്ടോ എന്നതാണ് ചിന്തിക്കേണ്ടത്. ഈ ഒരു പുതിയ തലമുറയിലെ കുട്ടികളിൽ അത് വളരെ കുറവാണ്. ബന്ധങ്ങൾക്ക് യാതൊരു വിലയുമില്ലാത്ത എല്ലാവരും ആയിരിക്കില്ല, പക്ഷെ അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ട്. നമ്മൾ എത്ര മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും അതങ്ങനെ അല്ല. ഈ ബന്ധങ്ങളുടെ വില കുറവാണ് എന്ന് കാണിച്ചു തരുന്ന വാർത്തകളാണ് നിരന്തരം നമ്മൾ പത്രങ്ങളിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മാമ്പഴം പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ വിധികർത്താക്കളിൽ ഒരാളായിട്ടുണ്ടായിരുന്ന ആലങ്കോട് ലീലാകൃഷ്ണൻ സാറ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഷ പഠിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാഷയെ അറിയുക എന്ന് പറയുന്നത് ഒരു ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. അത് ഒരു കുട്ടി ഒരു പക്ഷെ ഭാഷ പഠിച്ചു എന്നൊരു പേരുകൊണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം കൊണ്ട് അവൻ ചിലപ്പം മറ്റുള്ളവരുടെ അത്രയും ഒരു വലിയ ഉദ്യോഗസ്ഥൻ എന്ന നിലയിലോ ഒന്നും അറിയപ്പെടില്ലായിരിക്കും. പ്രത്യേകിച്ച് മലയാളം പഠിക്കുന്നവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഒരുപാടാണ് സാർ. ആദ്യം തന്നെ ഇപ്പൊ ഡിഗ്രിക്ക് മലയാളം പ്രധാന വിഷയമായിട്ട് ഒരു കുട്ടി പഠിക്കാൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ കുട്ടി ആദ്യം നേരിടേണ്ടി വരുന്ന ചോദ്യം വേറെ ഒന്നും കിട്ടിയില്ലേ എന്നുള്ളതായിരിക്കും. മറ്റുള്ളവരിൽ നിന്ന് ആദ്യം കേൾക്കുന്ന ചോദ്യം ഏതാണ്? അതുവരെ ഉണ്ടാക്കി വെച്ചിരുന്ന ഇഷ്ടവും അവരുടെ ആത്മവിശ്വാസവും എല്ലാം തകർത്ത് കളയുന്ന ഒരു ചോദ്യമാണത്. എന്താ മലയാളം അറിയില്ലേ നിങ്ങൾക്ക്? മലയാളം പഠിച്ചിട്ട് എന്താ കാര്യം? ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇന്നും ആളുകളുടെ ഉള്ളിലുണ്ട്. അപ്പൊ സാറെന്ന് പറഞ്ഞ ഒരു കാര്യം, അവരൊരു പക്ഷേ മറ്റുള്ളവരുടെ അത്രയും ഉയർന്ന 5 ശമ്പളമോ 6 ശമ്പളമോ വാങ്ങിക്കുന്ന ഒരാളാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഭാഷയെ അറിയുന്ന ഒരാൾ, ഭാഷയെ മനസ്സിലേറ്റിയ ഒരാൾ ഒരു കള്ളനോ ഒരു കൊലപാതകയോ ഒരു ക്രിമിനലോ ആവില്ല. അവരുടെ മനസ്സിന് ആ ഒരു ആർദ്രത ഉണ്ടായിരിക്കും. മറ്റുള്ളവരുടെ വിഷമം കണ്ടാൽ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഭാഷ പഠിക്കുന്നവർക്ക് ഉണ്ടായിരിക്കും. അവരെപ്പോഴും നമ്മൾ കൂടുതലും പഠിക്കുന്നത് കഥയോ കവിതയോ എന്തുമാട്ടെ, ഇതെല്ലാം മനസ്സിന്റെ വിവിധ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കഥ വായിച്ചാലും നമുക്കറിയാം അത് ഒരാളുടെ ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ പല ഭാവങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അതിനെ യഥാർത്ഥത്തിൽ സ്വാംശീകരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒപ്പം നിൽക്കുന്നവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താ ആശ്ചര്യം? ഉള്ളൂർ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രേമസംഗീതത്തിലെ വരികൾ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കവിതകളിലൂടെയും ഭാഷയിലൂടെയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. മനുഷ്യത്വം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കവിതകളുടെ ഒരു പുനരുദ്ധാരണത്തിൽ കൂടി ഈ പഴയ കവിതകൾ മറ്റുള്ളിലേക്ക് എത്തിക്കുക, അർത്ഥസമ്പുഷ്ടമായ കവിതകൾ, സാഹിത്യ സംസ്കാര സങ്കല്പങ്ങൾ മറ്റുള്ളിലേക്ക് എത്തിക്കുക വഴി ഇതിനൊരു മാറ്റമുണ്ടാവും. ഇങ്ങനെയുള്ള പരിപാടികളിലേക്ക് ഒരു ഉദ്ദേശം കൂടി, അതുകൂടെയാണ് ഈ ഇങ്ങനെയുള്ള പരിപാടികളുടെ ഉദ്ദേശം. എനിക്ക് വയലാറിൻ്റെ സർഗസംഗീതമാണ് എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ള. വയലാറിന്റെ സർഗസംഗീതത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ശ്ലോകമുണ്ട്. വാളല്ലൻ സമരായുധം ക്ഷണധ്വാനം മുഴക്കിടുവാനാളല്ല കരവാളു വിറ്റൊരു മണിപ്പൊൻവീണ വാങ്ങിച്ചു ഞാൻ. താളം രാഗലയ ശ്രുതി സ്വരം ഇവയ്ക്കല്ലാതെ ഒന്നിന്നുമിന്നോളക്കൂത്തുകൾ തീർക്കുവാൻ കഴിയുകയില്ല പ്രേമതീർത്ഥങ്ങളിൽ. അത് തന്നെയാണ് നമ്മളെ മനസ്സ് ഒരേപോലെ സഞ്ചരിക്കുക. ഞാൻ ഇത് തന്നെ ഈ 4 വരികൾ അത് തന്നെയായിരുന്നു എന്റെ മനസ്സിൽ ഓടി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരാശയമാണത്. അദ്ദേഹത്തിന്റെ തന്നെ
എന്റെ ദന്തഗോപുരത്തിലേക്ക് ഒരു ക്ഷണക്കത്ത് എന്നൊരു കവിതയുണ്ട്. അതിൽ പറയുന്നതും ഇതേ ആശയം തന്നെ. വരികളൊന്ന് മാറ്റിയെന്നേ ഉള്ളൂ. ഉടവാൾ ഒരുക്കി ഞാൻ വീണ തീർത്തത് നാട്ടിൽ ഉറക്കുപാട്ടും പാടി സഞ്ചരിക്കുവാനല്ല, കാറ്റടിച്ചിളകുന്ന കാലത്തിൻ ധീരസ്വരം മാറ്റത്തിൻ രാഗം താനം പല്ലവിയാക്കാനല്ലോ. മനുഷ്യ മസ്തിഷ്കത്തോടല്ല, മാംസത്തോടല്ല, മനസ്സിനോടെ കാവ്യഹൃദയം സംസാരിപ്പൂ. പടവാളിനേക്കാളും വീണയ്ക്ക് വൈകാരിക പരിവർത്തനങ്ങളെ മനസ്സിൽ തീർക്കാനാകും. അതേ ആശയം തന്നെയാണ്. വരികള് ഭാഷാവൃത്തത്തിലേക്ക് മാറ്റി അദ്ദേഹം വളരെ സുന്ദരമായി നല്ല ഈണത്തിൽ അത് എഴുതിയിരിക്കുന്നു എന്നതേ ഉള്ളൂ. നമ്മൾ ഈ ജീവിക്കുന്ന പ്രപഞ്ചം കവിതകളിലൂടെ പലപ്പോഴും മറ്റുള്ളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ആ വ്യാപ്തിയും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് പ്രപഞ്ചം വർണ്ണിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഓർമ്മയുണ്ടോ? എനിക്ക് പ്രപഞ്ചം എന്ന വിഷയം പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, ഞാൻ മാമ്പഴം എന്ന റിയാലിറ്റി ഷോയിൽ തന്നെ ആദ്യഘട്ടത്തിൽ ചൊല്ലിയ ഒരു കവിതയാണ്. ജി ശങ്കരക്കുറുപ്പിന്റെ വിശ്വദർശനം. ആയിക്കോട്ടെ. വന്ദനം സനാതനാനുക്ഷണ വികസ്വര സുന്ദര പ്രപഞ്ചാദികന്ദമാം പ്രഭാവമേ, നിന്നിൽ നീ കുരുക്കുന്നു, നിന്നിൽ നീ വിടരുന്നു, നിന്നിസർഗാവിഷ്കാര കൗതുകമനാദ്യന്തം. നിന്നിലെ സർഗാത്മക സങ്കൽപ്പ ചൈതന്യത്താൽ മിന്നുന്നു തുടിക്കുന്നു നക്ഷത്ര സഹസ്രങ്ങൾ. പ്രളയം നിന്നിശേഷ സങ്കോചം സ്വയം വീണ്ടുമുളവാം വികാസമോ പ്രകൃതി പ്രാദുർഭാവം. അതിദീർഘമായൊരു കവിതയാണത്. പക്ഷെ പ്രപഞ്ചം മുഴുവൻ അങ്ങനെ വർണ്ണിച്ചു വച്ചിരിക്കുകയാണ്. അതും പ്രകൃതി അല്ല, ഈ സൗരയൂഥം മുഴുവൻ ഉൾപ്പെടുന്ന പ്രപഞ്ചത്തെ തന്നെ അദ്ദേഹം വളരെ സുന്ദരമായ വാക്കുകളിലൂടെ വർണ്ണിച്ചിട്ടുണ്ട്. വിവേകാനന്ദ പാറയിൽ എന്ന് പറഞ്ഞ് വളരെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ടല്ലോ, പി കുഞ്ഞിരാമൻ നായരുടെ, അതൊന്ന് ആലപിക്കാമോ? സ്വാമി വിവേകാനന്ദനെയാണ് ഇതിലെ കവിതയിൽ അവതരിപ്പിക്കുന്നത്. അതില് ഈ പറഞ്ഞതുപോലെ പി കുഞ്ഞിരാമൻ നായർ എന്ന കവിയും നമുക്കറിയാം എത്രത്തോളം പ്രകൃതിയുടെ കവി, സ്നേഹോപാസകനായ, പ്രകൃതിയെ ഉപാസിക്കുന്ന കവി എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ വലിയ ആഘോഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കവിയാണ്. കവിതയെ ആഘോഷിക്കപ്പെടേണ്ട കവിതകളും കവിയുമായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ വരികളിൽ വിവേകാനന്ദ സ്വാമിയെ അവതരിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ഒന്ന് ചൊല്ലാം. ആർത്തിരമ്പീടും മഹാസാഗരമധ്യത്തിങ്കൽ പേർത്തുമിങ്ങ ചഞ്ചല ശാന്തമാം സമുദ്രമോ, ചഞ്ചലമേഘ മനോവൃത്തികളടങ്ങി നിശ്ചഞ്ചല പ്രകാശത്തിൽ കുളിക്കുമാകാശമോ, ആൽവിത്തിൽ മഹാവൃക്ഷമെന്ന പോൽ ആത്മാവിൽ നായത പ്രപഞ്ചത്തെ ആവാഹിച്ചിരിപ്പവൻ, ആഹാരനിദ്രാധീന ലോകത്തിൽ നിരീഹനായി ആദിമമൃതം താൻ നുകർന്നുരമിപ്പവൻ, ഭാവനാമയനാകുമീ യുവയോഗീന്ദ്രൻ ഈ ഭാരത സംസ്കാരത്തിൻ ഭാസുര പ്രതിബിംബം. ഇങ്ങനെയാണ് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് വിവേകാനന്ദ സ്വാമിയെ കുറിച്ച് ഇനി വർണ്ണിക്കാനുള്ളത്? മലയാള ഭാഷയുടെ പ്രചാരണത്തിനും അതിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ സൗന്ദര്യം മറ്റൊരിലേക്ക് എത്തിക്കുന്നതിലും
ലക്ഷ്മി വ്യാപൃതയാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു വ്രതമായി എടുത്തിരിക്കുകയാണ്. കവിതയ്ക്കും മലയാള ഭാഷയ്ക്കും എന്ത് ചെയ്യാൻ പറ്റും, എളിയ സംഭാവനകൾ നൽകാൻ എന്നാൽ മീഡിയയിൽ കൂടി, മാധ്യമത്തിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റും എന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ട്, ഈ മാധ്യമങ്ങളിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് എൻ്റെ ടീച്ചർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് കവിതാരാമം എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതിൽ ഇപ്പോൾ ഏതാണ്ട് 100-ലധികം കവിതകൾ ഞാൻ തന്നെ ചൊല്ലിയിട്ടുണ്ട്. കുട്ടികൾ, ശരിക്കു പറഞ്ഞാൽ കുട്ടികൾ ഈ ഒരു മത്സരത്തിൻ്റെ സമയമാകുമ്പോഴാണ് സാധാരണ കവിതയെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ ഈ യുവജനോത്സവങ്ങളുടെ സമയമാകുമ്പം നമുക്ക് നിരന്തരം അന്വേഷണങ്ങൾ വരും, ഏത് കവിത ചൊല്ലണം, എങ്ങനെ. അപ്പോൾ ഇതിങ്ങനെ കുറേ ആയപ്പോൾ ഞങ്ങൾ തന്നെ ആലോചിച്ചു, എന്നാൽ കുട്ടികൾക്ക് ഇത് കിട്ടുമെങ്കിൽ പിന്നെ അവരിങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. അപ്പം അതിൽ തന്നെ ചൊല്ലാൻ പറ്റുന്ന കാവ്യ ഗുണമുള്ള, സാഹിത്യ ഗുണമുള്ള കവിതകൾ, നമ്മുടെ എഴുത്തച്ഛൻ മുതൽ ഏറ്റവും പുതിയ ആളുകളിൽ വരെ എത്തി നിൽക്കുന്ന തരത്തിൽ ഉള്ള കവിതകളാണ് നമ്മൾ തിരഞ്ഞെടുത്ത് ഈ ചാനലിൽ ചൊല്ലുന്നത്. ഒരാൾ മാത്രമല്ല ചൊല്ലുന്നത്, കവിത ചൊല്ലാൻ താല്പര്യമുള്ള, നന്നായി ചൊല്ലുന്ന കുട്ടികളെ കൊണ്ട് ചൊല്ലിച്ച് അവിടെ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതിന് നമുക്ക് കിട്ടിയ പ്രതികരണങ്ങൾ നമുക്ക് മുന്നോട്ട് പോവാൻ വളരെ ഊർജം തരുന്നതായിരുന്നു. ഇപ്പോഴും ഒരുപാട് കുട്ടികൾ അത് ഉപയോഗിക്കുന്നുണ്ട്. പല വേദികളിലും ഞാൻ തന്നെ ഈ കവിതാലാപനത്തിന് മാർക്കിടാൻ പോവാറുണ്ട്. അപ്പൊ ചെല്ലുമ്പോൾ അറിയാം, ഇപ്പൊ 10 പേര് ചൊല്ലുന്നുണ്ടെങ്കിൽ 8 പേരും നമ്മുടെ ചാനലിലെ കവിതകളായിരിക്കും എടുത്ത് ചൊല്ലുന്നത്. അത് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരുപാട് കുട്ടികൾ ഇപ്പം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഓൺലൈനായിട്ട് കാവ്യകേളി ക്ലാസ് നടത്തുന്നുണ്ട്. അതിൽ തന്നെ ആ കുട്ടികൾ ആരും ഒരു 3/4 പങ്കും മത്സരത്തിന് വേണ്ടി പഠിക്കുന്നതല്ല, അറിയാനും പഠിക്കാനും വേണ്ടി. എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ് സിലബസുകാർക്ക് ഈ കാവ്യകേളി മത്സരമുള്ളൂ, CBSE-കാർക്ക് മത്സരം ഇല്ല. അവരുടെ കലോത്സവത്തിലേക്ക് ഇത് ഇതുവരെ കടന്നു വന്നിട്ടില്ല. അത് വരുത്താനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്, എങ്കിലും ഇതുവരെ കടന്നു വന്നിട്ടില്ല. അങ്ങനെയുള്ള CBSE-യിലുള്ള കുട്ടികളാണ് കൂടുതലും ഇതിപ്പം എൻ്റെ ആ കളരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്ന് മത്സരിക്കാൻ പറ്റുമെന്നോ എന്ത് ആകുമെന്നോ ഒന്നും വലിയ ധാരണയൊന്നുമില്ല. പക്ഷെ അവർ ആ കവിതയുടെ ഇഷ്ടം കൊണ്ട് പഠിക്കുകയാണ്. അപ്പം ഒരു തലമുറയിലെ കുറേ കുട്ടികളെയെങ്കിലും നമുക്കിങ്ങനെ അവരിലേക്ക് ഈ ഭാഷയോടും കവിതയോടും ഒക്കെയുള്ള ഒരു താല്പര്യം വളർത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്കിതൊരു ലഹരിയായാൽ ഇപ്പോഴത്തെ പല ലഹരികളിൽ നിന്നും അവരൊന്ന് മാറി നിൽക്കുമെന്നാണ് തോന്നുന്നത്. പണ്ട് സാറിനൊക്കെ അറിയായിരിക്കും, ക്യാമ്പസുകളിൽ കവിതകൾ ചൊല്ലി രസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പുതിയ ഏത് കവിത വന്നാലും അവർ ചുറ്റും കൂടിയിരിക്കുന്നു, ചൊല്ലുന്നു. പക്ഷെ ഇന്ന് അതല്ല അവരുടെ ലഹരി. അതിൽ നിന്ന് ഒരുപാട് കാലം മാറിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള മൂല്യവത്തായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പം ഈ ഇന്റർനെറ്റ് പോലെയുള്ള സങ്കേതങ്ങളെ നമുക്ക് ഒരിക്കലും പിടിച്ചു നിർത്താൻ കഴിയില്ല. അത് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതില് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പോലും നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ തിരിച്ചറിയുന്ന ഒരുപക്ഷെ അവരാണ് തീരുമാനിക്കുന്നത് നമ്മൾ എന്ത് നോക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ മാറ്റങ്ങളെല്ലാം നമുക്ക് ആവശ്യമാണ്. എങ്കിലും ഇതൊന്നും നമ്മളെ ഭരിക്കാതിരിക്കുക. നമ്മൾ ഇതിനെ കൊണ്ട് പല കാര്യങ്ങളും, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമൂഹത്തിന് വേണ്ടിയും നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടിയും വരും തലമുറയ്ക്ക് വേണ്ടിയും ഒക്കെ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കർത്തവ്യമായിട്ട് നമ്മൾ ഓരോരുത്തരും കരുതേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് അധ്യാപകരായിട്ടുള്ളവർ, മാധ്യമപ്രവർത്തകരായിട്ടുള്ളവർ, ഇവർക്കൊക്കെ ഭാഷയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു മാറ്റം വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വരണം. അപ്പൊ ഇത് കാവ്യാരാമല്ലേ? അതാണ് കവിതാരാമം. കവിതാരാമം, അതാണ് എൻ്റെ ചാനല്. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ചൊല്ലി കവിതകൾ അയക്കാം. എങ്ങനെ അതിനുള്ള സാധ്യതകൾ? കവിതകള് നമ്മൾ തെരഞ്ഞെടുത്തേ ചാനലില് അപ്ലോഡ് ചെയ്യാം. ആര് കവിത അയച്ചാലും ചെയ്യുമെന്നല്ല. കവിത നമ്മൾ തെരഞ്ഞെടുക്കും. ഇപ്പം ആർക്കെങ്കിലും, ഞങ്ങള് 4-5 പേരുണ്ട് അതില്. അപ്പൊ അതില് തന്നെ ഒരു കവിത കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇടാൻ ഉള്ള യോഗ്യതയുള്ള കവിതയാണോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന കവിതയാണോ എന്ന് നോക്കി അത് ഏതെങ്കിലും നന്നായിട്ട് ചൊല്ലുന്ന ആളെ കൊണ്ട് ചൊല്ലിച്ച് അങ്ങനെ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു ഒരു എഴുത്തുകാരന് വേണമെങ്കിൽ സമീപിക്കാം അവരുടെ കവിത.
കവിതയും കഥയും സാഹിത്യവും എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. ആ സ്വാധീനം നല്ല സ്വാധീനമായി മലയാള ഭാഷയുടെ വളർച്ചയും നമ്മുടെ മാതൃത്വത്തെ അറിയുന്നതിനും ഉപകരിക്കുമ്പോഴാണ് നാം മനുഷ്യനാവുന്നത് എന്ന് നാം വിശ്വസിക്കുന്നു. നമുക്ക് മുന്നോട്ട് പോകാം. ഡോക്ടർ ലക്ഷ്മിദാസിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും. ഹരി നമ്പൂതിരി സൈനിങ് ഓഫ് ഫോർ ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ് USA and Happiness Magic by Hari.